പിതാവായ ദൈവത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും കൃപയും സമാധാനവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പ്രാർത്ഥിക്കുവാനായിട്ട് ഒരു മലയിൽ കയറി. ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി മുഴുവൻ കഴിച്ചു. വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. യേശുക്രിസ്തു ദൈവം എന്ന് വിശേഷിപ്പിച്ചതൊക്കെ പിതാവായ ദൈവത്തെയാണ്. മനുഷ്യർ, ഇന്നത്തെ കുറേ ആളുകൾ പറയുന്നു യേശുക്രിസ്തുവാണ് ഏകസത്യദൈവമെന്ന്. ബൈബിളിൽ അങ്ങനെയില്ല. പിതാവായ ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ യേശു രാത്രി മുഴുവൻ മലയിൽ കഴിച്ചു. വീണ്ടും അവിടുന്ന് രാവിലെ മലയിൽ നിന്ന് ഇറങ്ങി വന്നു, സമതലത്തിൽ നിന്നു, സമഭൂമിയിൽ നിന്നു. ഇത് ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 12 മുതലുള്ള വാക്യങ്ങളാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ ശിഷ്യന്മാരിലെ യേശുവിൻ്റെ അടുക്ക വന്നു. യേശു രോഗികളിൽ ചെയ്യുന്ന അത്ഭുതങ്ങളെ കണ്ടിട്ട്, അടയാളങ്ങളെ കണ്ടിട്ട് വലിയൊരു പുരുഷാരം യേശുവിൻ്റെ അടുക്ക് വന്നുകൂടി. യഹൂദിയായിൽ നിന്നും യെരുശലേമിൽ നിന്നും, യഹൂദിയ എല്ലായിടത്തു നിന്നും, സോറിൻ്റെയും സീദോൻ്റെയും കടൽ തീരങ്ങളിലുള്ളവരെല്ലാം യേശുവിൻ്റെ അടുക്ക വന്നു. വലിയ പുരുഷാരം വന്നുകൂടി. പിശാചുബാധന് സൗഖ്യമായി. യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. എല്ലാവരെയും സൗഖ്യമാക്കൊണ്ട് അവനെ ഒന്ന് തൊടുവാൻ എങ്കിലും എല്ലാവരും വളരെ ശ്രമം നടത്തി. എത്ര വലിയ അത്ഭുതമാണ്! എത്ര കോടി ജനം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അടുത്ത് വന്നാലും ഈ അത്രയും പേരെ സൗഖ്യമാക്കുവാൻ കഴിയുന്ന ശക്തി യേശുവിൽ നിന്ന് പുറപ്പെടും. കാരണം പിതാവായ ദൈവം മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ അഭിഷേകം ചെയ്ത് ലോകത്തിലേക്ക് അയച്ചതാണ് യേശുക്രിസ്തുവിനെ. എല്ലാ മനുഷ്യരും രക്ഷിക്കുവാനുള്ള ശക്തിയുടെ ഒരു ശേഖരം തന്നെ യേശുക്രിസ്തുവിനുണ്ട്. ദൈവശക്തി സമ്പൂർണ്ണമായി യേശുക്രിസ്തുവിനുണ്ട്. ഈ കണ്ട ജനമെല്ലാം അടയാളം കണ്ടെങ്കിലും അത്ഭുതങ്ങൾ കണ്ടെങ്കിലും നന്മ അനുഭവിച്ചു എന്ന് പറഞ്ഞാലും യേശുവിനെ അനുഗമിക്കുന്നവർ വളരെ വിരളമാണ്. അതുകൊണ്ടാണ് യേശു ശിഷ്യന്മാരെ നോക്കിയിട്ട് പറഞ്ഞത്, ഞാൻ നിങ്ങളോട് പറയുന്നു, ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം നിങ്ങൾക്കുള്ളത്. ഇപ്പോൾ കരയുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ചിരിക്കും. ദൈവം തരുന്നതൊക്കെ നിത്യതയാകട്ടോ. ഇപ്പോൾ വിശക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ തൃപ്തരാകും. എൻ്റെ നിമിത്തം മനുഷ്യർ നിങ്ങളെ നിന്ദിച്ച്, നിങ്ങളെ ദ്വേഷിച്ച്, നിങ്ങളെ വെറുത്ത്, നിങ്ങളുടെ പേര് വിടക്ക് എന്ന് തള്ളുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ആനന്ദിച്ച് സന്തോഷിക്കുവിൻ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വളരെ വലുതാകുന്നു. നിങ്ങൾക്ക് മുമ്പുള്ള പ്രവാചകന്മാരോട് അവരിപ്രകാരമൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ വാക്യങ്ങൾ, ഇപ്പോൾ വായിച്ച വാക്യങ്ങളൊക്കെ ഈ കാലഘട്ടത്തിലെ ക്രിസ്ത്യാനികൾ എന്ന പേരുള്ളവർ പോലും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളല്ല. ദൈവം പറയുകയാണ് ഇതെല്ലാം ഭാഗ്യമാണെന്ന്. അപ്പോൾ കുറേ വ്യാജ സുവിശേഷകന്മാരെന്ന് തന്നെ ഞാൻ പറയാം. ദൈവവചനത്തിലുള്ളതാണല്ലോ. ദൈവവചനത്തിൽ യേശുക്രിസ്തുവിലൂടെ വെളിപ്പെട്ടതായ ഭാഗ്യം എന്ന് പറയുന്നതൊക്കെ ഇന്നത്തെ ഒട്ടനേകം സുവിശേഷകന്മാർ പറയുന്നു അത് നിർഭാഗ്യമാണ്. നിങ്ങൾ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറണം, ഇവിടെ വന്നു കഴിഞ്ഞാൽ ദാരിദ്ര്യത്തിൻ്റെ കരകയറണം. ദൈവം നിങ്ങളെ സമ്പന്നരാക്കും. നിങ്ങളെ നല്ല ബഹുനില കെട്ടിടങ്ങളൊക്കെ പണിത്
അത്രയും സമൃദ്ധി തരും. വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലി തരും. നിങ്ങളുടെ കഷ്ടാവസ്ഥകളൊക്കെ മാറും. പിള്ളേരെല്ലാം പഠിച്ച് നല്ല മാർക്കോട് ജയിക്കും. നല്ല ശമ്പളത്തോടുള്ള ജോലി കിട്ടും. എല്ലാം നല്ല ഉയർന്ന വാഹനങ്ങളിൽ സഞ്ചരിക്കും. നിങ്ങളെ വാലല്ല തലയാക്കും. എന്തെല്ലാം വ്യാജ ഉപദേശങ്ങളാണെന്ന് കണക്കില്ല. അപ്പം മനുഷ്യൻ ദാരിദ്ര്യത്തെ ഒരു ശാപമായി കണക്കാക്കുമ്പോൾ ദൈവം പറയുകയാണ് ദാരിദ്ര്യം അനുഗ്രഹമാണ്, അവർക്കാണ് സ്വർഗരാജ്യം. ഈ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ പറയുമ്പോഴും ഇതാണ്, ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. അപ്പോൾ പിന്നെ യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെയും പറയുന്നത് ഇതാണ്, ദരിദ്രരാണ് വിശ്വാസത്തിൽ സമ്പന്നരും ദൈവം വാഗ്ദത്തം ചെയ്ത രാജ്യത്തിന് അവകാശികളുമായി ദൈവം തിരഞ്ഞെടുത്തത് ദരിദ്രരല്ലേ, ധനവാന്മാരെ അല്ലല്ലോ. ദരിദ്രരല്ലേ നിങ്ങളെ നിന്ദിക്കുന്നതും നിങ്ങളെ പീഡിപ്പിക്കുന്നതും നിങ്ങളെ ന്യായാസനത്തിലൂടെ വലിച്ചു കൊണ്ടുപോകുന്നതും നിങ്ങളെ വിളിച്ചിരിക്കുന്ന നല്ല നാമത്തെ ദൂഷിക്കുന്നതൊക്കെ ധനവാന്മാരല്ലേ. കൂട്ടുകാരനെ നിന്നെപ്പോലെ സ്നേഹിക്കുക എന്നുള്ള ന്യായപ്രമാണം അനുസരിച്ചാൽ നല്ലത്. മുഖപക്ഷം കാണിക്കുന്നെങ്കിലോ നിങ്ങൾ പാപം ചെയ്യുന്നു. ന്യായപ്രമാണം മുഴുവൻ അനുസരിക്കുന്നു എന്ന് പറഞ്ഞാൽ പോലും ഒന്ന് തെറ്റിയാൽ സകലം ലംഘിക്കുന്നു. അതിനാൽ തന്നെ നിങ്ങൾ അന്യായക്കാരെന്ന് വരുന്നില്ലയോ, നിയമലംഘികൾ എന്ന് വരുന്നില്ലയോ. അങ്ങനെയൊക്കെ നോക്കിയാൽ ഒന്ന് ദൈവവചനത്തിൽ പഠിക്കുന്നതനുസരിച്ച് പാവപ്പെട്ടവരെ നിന്ദിച്ചാൽ, അവരെ അവമാനിച്ചാൽ അത് പാപമാണെന്ന് പറയുന്ന പാപമുള്ളവർ സ്വർഗത്തിൽ പോവുമോ? അവരാര് തന്നെയാണെന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ പോവുമോ? ഈ 2-ാം അധ്യായം യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ്? സഹോദരന്മാരെ, തേജസ്സുള്ളവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരായ നമ്മുടെ പള്ളികളിൽ പൊന്മോതിരം അണിഞ്ഞും മൂടിയുള്ള വസ്ത്രമൊക്കെ ധരിച്ച് ഒരു മനുഷ്യനും മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ദരിദ്രനായ ഒരു മനുഷ്യനും വരുമ്പോൾ എന്ന് വിചാരിക്കുക, പൊന്മോതിരം അണിഞ്ഞ മൂടിയുള്ള വസ്ത്രം ധരിച്ചവനോട് നീ ഇവിടെ സുഖേന ഇരുന്നാലും എന്ന് പറഞ്ഞാൽ അവന് പ്രധാനമായ കസേരയൊക്കെ കൊടുക്കും. എന്നിട്ട് ദരിദ്രനോട് പറയുന്നതെന്നറിയോ, നീ ഒന്നെങ്കിൽ താഴെ ഇരിക്കുക അല്ലെങ്കിൽ എൻ്റെ പാദപീഠത്തിലിരിക്കുക. മുഖപക്ഷം അവിടെ കാണിച്ചു കഴിഞ്ഞു. മുഖപക്ഷം കാണിക്കുന്നവൻ ദൈവത്തിന് വിരോധമായി പാപം ചെയ്യുന്നു എന്ന് പറയുന്നു. ദൈവം പറയാണ്, പിന്നെയും പറയുകയാണ്, ദരിദ്രർ ദൈവരാജ്യത്തിന് അവകാശികളാണെന്ന്. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം കേട്ടോ, ഒരൊറ്റ ദരിദ്രനും ഞാൻ ദരിദ്രനായിരിക്കുന്നത് ശാപമാണ് എന്ന് ചിന്തിക്കരുത്. ദരിദ്രരായിട്ടുള്ള ആളുകൾ മാത്രമേ സ്വഭാവ ഗുണമുള്ളവരായി, ദൈവ ഇഷ്ടം ചെയ്യാൻ പ്രാപ്തി ഉള്ളവരായി, പക്വതയുള്ളവരായി, പരിജ്ഞാനമുള്ളവരായി, നല്ല മനുഷ്യരായി തീരുന്നുള്ളൂ എന്നത് സത്യമാണ്. ഞാൻ എൻ്റെ ജീവിതകാലത്തിൽ മുഴുവൻ ദാരിദ്ര്യമെന്ന മഹാഭാഗ്യത്തെ അനുഭവിച്ചു വരുന്നത് കൊണ്ട് തന്നെയാണ് ദൈവമായിട്ടുള്ള ഈ ദൈവസ്നേഹത്തിൽ ഇങ്ങനെ മുന്നേറാനൊക്കെ ആയിട്ട് സാധിച്ചത് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. കാരണം 119 സങ്കീർത്തനം 71-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. 119 സങ്കീർത്തനം 71-ാം വാക്യം, അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിക്കാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായത് എനിക്ക് വലിയ ഉപകാരമായി എന്ന് പറഞ്ഞാൽ ദരിദ്രർക്കെല്ലാം കഷ്ടതയുള്ളൂ. അവൻ മാത്രമല്ല തിരസ്കരിക്കപ്പെടുന്നുള്ളൂ, അവൻ മാത്രമല്ലേ ചവിട്ടി അവരയ്ക്കപ്പെടുന്നുള്ളൂ, അവൻ മാത്രമല്ലേ പുറന്തള്ളപ്പെടുന്നത്, അവൻ മാത്രമല്ലേ സമൂഹത്തിൽ നിന്ന് വേർതിരിക്കപ്പെടുന്നത്, അവന് മാത്രമല്ലേ ദിനംപ്രതിയുള്ള അവൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി എല്ലാ ജീവിതകാലം മുഴുവൻ കഠിനാധ്വാനം ചെയ്യുന്നത്, അവനല്ലേ കണ്ണുനീര്, അവനല്ലേ പലപ്പോഴും ന്യായമായ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത്. എല്ലാ വിധത്തിലും കഷ്ടതയും പ്രയാസവും കണ്ണുനീരും എല്ലാം ദരിദ്രൻ്റെ ഉള്ളതാണ്. മാത്രമല്ല സദൃശവാക്യം 18-ാം അധ്യായം 23-ാം വാക്യത്തിൽ പറയുന്നത്, ദരിദ്രൻ യാചനാരീതിയിൽ സംസാരിക്കുന്നു, ധനവാനോ കഠിനമായി ഉത്തരം പറയുന്നു. അവൻ്റെ സ്വഭാവം തന്നെ വ്യത്യാസമാണ്. ധനവാനെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്യേണ്ട സകല കാര്യങ്ങളും അവൻ്റെ പണം ചെയ്തു കൊടുക്കും. ദരിദ്രനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആവശ്യങ്ങളിലൊക്കെ അവൻ സൃഷ്ടാവായ ദൈവത്തിൽ ആശ്രയിക്കണം. അപ്പോൾ തന്നെ അവൻ അനുദിനം ആവശ്യമായതൊക്കെ വേണ്ടി അവൻ അധ്വാനിക്കുകയും ചെയ്യണം.
പിന്നെ ലോകപ്രകാരം മനുഷ്യൻ ആഗ്രഹിക്കുന്നതെല്ലാം പ്രാപിക്കാനുള്ള ഒരു സാധ്യത ഒരു ദരിദ്രനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതൊക്കെ ആവശ്യങ്ങൾ ദൈവം സാധിച്ചു കൊടുക്കും, പക്ഷേ അത്യാഗ്രഹം ദൈവം സാധിച്ചു കൊടുക്കുകയില്ല. അത് സാധിച്ചു കൊടുക്കുന്ന വേറൊരു പുള്ളിക്കാരനുണ്ട്. അവൻ്റെ പേരാണ് എതിർ ക്രിസ്തു, അല്ല മറ്റൊരു ക്രിസ്തു, അല്ലെങ്കിൽ വ്യാജനായ ക്രിസ്തു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനോട് നേരെ ഓപ്പോസിറ്റായിട്ടുള്ളവൻ. മക്കളെ, നിങ്ങൾ കഷ്ടതയൊന്നും അനുഭവിക്കേണ്ട, നിങ്ങൾ ദാരിദ്ര്യം അനുഭവിക്കേണ്ട, നിങ്ങൾ ദുഃഖം അനുഭവിക്കേണ്ട. നിങ്ങൾക്ക് സമൃദ്ധി ഉണ്ടാവും. ഈ ലോകത്തിൽ ധനികരായിട്ട് ജീവിക്കുന്ന ആളുകളെ പോലെ നല്ല വാഹനങ്ങൾ കയറി നടക്കാൻ, നല്ല വിശിഷ്ടമായ ഭക്ഷണങ്ങളൊക്കെ സമൃദ്ധമായി കഴിക്കാൻ, മൂടിയുള്ള വസ്ത്രം ധരിച്ച് നടക്കാൻ, പിള്ളേരെല്ലാം നന്നായിട്ട് പഠിച്ച് നല്ല ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ പ്രാപിച്ച് വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി പണം വരുന്നവരായിത്തീരാൻ ഇതൊക്കെയുള്ള വഴി ഒരുക്കി തരുന്ന പിശാച് തന്നെയാകും കേട്ടോ. യാതൊരു സംശയവുമില്ല, പിശാചാണ്. കാരണം ദരിദ്രത്തിൻ്റെ ഓപ്പോസിറ്റ് ധനവാനോട് ദൈവം എന്നാ പറഞ്ഞതറിയാവോ? ഇപ്പോൾ ആ ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ തന്നെ പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ സമ്പന്നരായിരിക്കുന്നവരെ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങളുടെ ആശ്വാസം നിങ്ങൾ പ്രാപിച്ചു കഴിഞ്ഞല്ലോ, കിട്ടിപ്പോയി. ഈ ലോകത്ത് നിങ്ങൾക്ക് ഇനി ഒന്നുമില്ല, ദൈവമായിട്ട് ബന്ധമില്ല, സ്വർഗരാജ്യം. ദൈവം പറഞ്ഞതാകണ്ടല്ലോ, വേറെ ആരും പറഞ്ഞതല്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, പിതാവായ ദൈവം മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ലോകത്തിലേക്ക് അയച്ച നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വിളിച്ചു പറഞ്ഞ ധനവാന്മാരെ, അല്ല സമ്പന്നരെ, നിങ്ങൾക്ക് അയ്യോ കഷ്ടം. അയ്യോ എന്ന് പറയുന്നത് നമ്മുടെ കർത്താവ് അത്ര കഠിനമാണ്, തീർന്നു പോയല്ലോ, നിങ്ങൾക്ക് നിങ്ങളുടെ ആശ്വാസം കിട്ടിപ്പോയല്ലോ. ഇപ്പോൾ ചിരിക്കുന്നവരെ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങൾ ദുഃഖിച്ച് കരയും. അതെ, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇനി ഒരു കരച്ചിലുണ്ടല്ലോ, അത് കോടാകൂടി വർഷം കഴിഞ്ഞാൽ അവസാനിക്കാത്ത കരച്ചിലാണെങ്കിൽ ഈ അല്പകാലത്തെ ചിരി കൊണ്ട് എന്ത് പ്രയോജനം? ഇപ്പോൾ തൃപ്തി അനുഭവിക്കുന്നവരെ ഞങ്ങൾക്ക് ലോകത്തിൽ എല്ലാ നന്മയും സമർത്ഥമായിട്ടുണ്ട് എന്ന് അഭിമാനിക്കുന്നവർ, യേശു പറയാണ് നിങ്ങൾക്ക് വിശക്കും, ആ വിശപ്പ് ഒരിക്കലും തീരാത്തതാണ്. എല്ലാം കൊണ്ടും തൃപ്തി അനുഭവിച്ച് ജീവിച്ച ധനികനായൊരു മനുഷ്യനെക്കുറിച്ച് ബൈബിൾ പറയുന്നുണ്ടല്ലോ. ഒരു ദരിദ്രനെക്കുറിച്ചും പറയുന്നുണ്ട്. ലാസർ എന്ന ദരിദ്രൻ, ധനവാൻ മരിച്ചു, അവന് ഒരു നന്മയ്ക്കും കുറവില്ല ഒരു കാലത്തും. പക്ഷേ അത് കഴിഞ്ഞിട്ട് അവൻ്റെ നന്മയെല്ലാം നഷ്ടമായി. അവനെക്കുറിച്ചും ദൈവത്തിന് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ തൃപ്തരായിരിക്കുന്നവർ, സമ്പന്നരായിരിക്കുന്നവർ, അയ്യോ കഷ്ടം, നിനക്ക് ആശ്വാസം കിട്ടിക്കഴിഞ്ഞല്ലോ, ഇനി ദൈവത്തിൽ നിന്നൊന്നുമില്ല, ഇനി ഒന്നും കിട്ടാനില്ല, ദൈവരാജ്യവും ഇല്ല. നമ്മളൊക്കെ ചിന്തിച്ച് നോക്കണമേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപപ്പെട്ട് ദൈവവചനം പ്രമാണിച്ച് താഴ്മയും വിനയവും സൗമ്യതയും ഉള്ളവരായി, സത്യവും നീതിയും ദയയും കാരുണ്യമുള്ളവരായി, നമ്മെ തന്നെ പോലെയുള്ള മറ്റ് ദരിദ്രരായിട്ടുള്ളവരെയൊക്കെ ബഹുമാനിച്ച് ആദരിച്ച് ജീവിക്കാൻ യാതൊരു വിധത്തിലുള്ള ധനമോഹം നമുക്ക് പാടില്ല എന്ന് നമ്മുടെ കർത്താവ് പറയുന്നുണ്ട്. പാടില്ല, പാടില്ല, പാടില്ല. നമ്മൾ തിരുവചനം മുഴുവൻ വായിക്കും. യാതൊരുവിധ ദ്രവ്യാഗ്രഹവും പാടില്ല. ഏറ്റവും വലിയ പാവം ദ്രവ്യാഗ്രഹമാണെന്ന് പറയുന്നുണ്ട്. മാത്രമല്ല സദൃശവാക്യം 28-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം പറയുന്നത്, ഇങ്ങനെ വിശ്വസ്ത പുരുഷൻ അനുഗ്രഹപൂർണൻ, ധനവാനാകാൻ ആഗ്രഹിക്കുന്നവൻ നിശ്ചയമായും ശിക്ഷിക്കപ്പെടും. ദൈവം അവനെ ശിക്ഷിക്കുന്നു. ധനവാനാകാൻ ആഗ്രഹിച്ചാൽ, ബന്ധപ്പെടാൻ. എന്ത് കഷ്ടമാണ് മനുഷ്യനൊട്ട് പണക്കാരനാകാൻ ആഗ്രഹിച്ചാൽ അതിന് സമ്മതിക്കാത്ത ഒരു ദൈവമാണ്. പ്രിയരെ, ഇതിനെക്കുറിച്ച് ഇപ്പോൾ പറയാൻ പോയാൽ ഒത്തിരി പറയാനുണ്ട്, ഒത്തിരി. നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച്, ദൈവത്തെ അനുസരിച്ച് അന്നന്ന് ആവശ്യമുള്ളത് നമ്മൾ ദൈവത്തോട് ചോദിച്ച് വാങ്ങിച്ചാൽ അതിനുള്ളതായ കഷ്ടതയും പ്രയാസമൊക്കെ അനുഭവിച്ച് ദൈവത്തിന് കൊള്ളാവുന്നവരുമായി ജീവിച്ച് ഈ ലോകത്തിലെ അല്പകാലത്തെ കഷ്ടതയെല്ലാം കഴിഞ്ഞിട്ടുണ്ടല്ലോ, നിത്യതയിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ അനുഗമിച്ച് സ്വർഗ്ഗപിതാവിൻ്റെ സന്നിധിയിൽ ദൈവരാജ്യത്തിൽ കൂടാകൂടി വർഷം കഴിഞ്ഞാൽ അവസാനിക്കാത്ത ആ നിത്യഭാഗ്യത്തിൽ ദൈവപുത്രന്മാരായി ചെന്ന് ചേരേണ്ടവരാണ് എന്ന് ഓർക്കുക. അതിന് വിഘാതമായ ഈ ലോകസുഖങ്ങളും ആഡംബരങ്ങളും ആഘോഷങ്ങളും അത്യാഗ്രഹങ്ങളും എല്ലാം നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുക മാത്രമല്ല, ദൈവം നമ്മെ നോക്കിയിട്ട് അയ്യോ കഷ്ടമെന്ന് പറയുന്നത് എന്ത് ഭയങ്കരമാണെന്ന് ഓർത്ത് നോക്കുക. അയാൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിച്ച് നോക്കുക. നമ്മൾ എന്ത് കേട്ടാലും ഇത് ശരിയോ തെറ്റോ, ദൈവം ലോകത്തിൽ സുഖലോലുപരായിട്ട് ജീവിക്കാനായിട്ടല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത്, ദൈവത്തെ അനുസരിച്ച് ജീവിക്കാനാണ്. എല്ലാവിധ സത്യവും നീതി ന്യായവും ഉള്ളവരായിട്ട്, ദൈവവചനത്തിൽ നിന്ന് ഒരു വാക്ക് പോലും തെറ്റിക്കാതെ അനുസരിച്ച് ജീവിക്കുന്നവരായിട്ട്
അങ്ങനെ ജീവിക്കാനായിട്ടാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് ഓർക്കുക. ആകയാൽ പ്രിയപ്പെട്ടവരെ, ദൈവവചനം വളരെ ശ്രദ്ധാപൂർവം കേൾക്കുക. അത് പറയുന്ന കാര്യങ്ങൾ, ഞാനിപ്പോൾ പറയുന്ന കാര്യങ്ങൾ ഒരു ദ്രവ്യാഗ്രഹവും ഇല്ലാതെയാണ് ഞാനിത് സംസാരിക്കുന്നത്. എനിക്ക് ദൈവത്തെക്കാൾ അധികം വിലപ്പെട്ടതായിട്ട് യാതൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഹൃദയപൂർവ്വം എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട് പറയുകയാണ്, ദൈവവചനത്തിൽ ഇല്ലാത്തതോ ദൈവവചനത്തിന് ഓപ്പോസിറ്റ് എതിരായിട്ടുള്ളതായ കാര്യം കേട്ടിട്ട് നിങ്ങൾ ആഘോഷത്തോടെ സന്തോഷത്തോടെ നൃത്തം ചെയ്ത് സന്തോഷിക്കരുത്, കൈയടിക്കരുത്. ഇത് ഏത് ക്രിസ്തുവിൻ്റെ സുവിശേഷമാണെന്ന് നോക്കുക. ഈ കേൾക്കുന്ന സുവിശേഷമെല്ലാം ഏത് ക്രിസ്തുവിൻ്റെ സുവിശേഷമാണ്? ഒത്തിരി വ്യാജക്രിസ്തുക്കൾ ഇറങ്ങിയിട്ടുള്ള കാലഘട്ടമാണ് എന്ന് ഓർക്കുക. ആകയാൽ നിങ്ങൾ ചിന്തിക്കുക, ധ്യാനിക്കുക, പഠിക്കുക, ബോധ്യപ്പെടുക. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ നമ്മളെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.